ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നിപ്പോൾ ജൂൺ 1-ാം തീയതിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മളിന്ന് ഓൾറെഡി നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തു. ഡാറ്റ മൈനിങ് ആൻഡ് വെയർ ഹൗസിങ്ങിൻ്റെ അകത്ത് നമ്മൾ റിവിഷൻ ഒരു പ്രാവശ്യം നടത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിവിഷൻ ഒന്നുകൂടി നടത്തുവാണ്. ഇന്ന് നടത്താൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടോപ്പിക്സ് എല്ലാം. അതായത് എന്തൊക്കെയാണ്? റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും റൂൾസിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ആ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണ്. പിന്നെ ശേഷം സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്, ലേസി ലേണേഴ്സ്, കെ നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ, ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ്, അതിൻ്റെ ഇവാലുവേഷൻ. പിന്നെ പ്രഡിക്ഷനിൽ ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ, ഇതാണ് നമ്മളൊന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള 2 ടെക്സ്റ്റ് ബുക്കാണ്. ഫസ്റ്റ് വൺ കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സിൻ്റെ അകത്ത് നമുക്കുള്ളത് 6.5, അതായത് 318 തുടങ്ങുന്ന കാര്യം. അത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ള് അടുത്ത 300 നമുക്കുള്ളത് ഇവിടം വരെ 370 മുകളിൽ വരെയാണ് നമുക്കത് പഠിക്കാനുള്ളത്. ശരിക്കും ഈ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത് അതിൻ്റെ അത്. അതുകൂടാതെ തന്നെ നമുക്ക് സിലബസിൽ വേറൊരു ടെക്സ്റ്റ് ബുക്ക് കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാറ്റ മൈനിങ് ഇൻട്രൊഡക്ടറി ആൻഡ് അഡ്വാൻസ് ടോപ്പിക്സ്. അതിൻ്റെ അകത്ത് ഇത് കുറച്ചുകൂടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടിയും ഒരു സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ, എല്ലാ ടോപ്പിക്സും ഇല്ല, ചില ടോപ്പിക്സ്, ദാറ്റ് ഈസ് കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ നമുക്കുള്ളത് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണെന്നും അവിടെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പഗേഷൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണെന്നും. പിന്നെ റൂൾ ബേസ്ഡ് അൽഗോരിതംസ് അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് റൂൾ ബേസ്ഡിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് റൂൾസ് ഫ്രം ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ട്രീ ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു ഡിസിഷൻ ട്രീന്ന് എങ്ങനെ റൂൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്ത കേസിൽ ഫ്രം ന്യൂറൽ നെറ്റ്വർക്ക് വഴിയും നമുക്ക് റൂൾസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും ഇല്ലാതെ ജനറേറ്റ് ചെയ്യുന്ന റൂൾസാണ് ഈഫ് ദെൻ എന്ന് പറയുന്നത്. അതായത് ഈ ക്ലാസിഫിക്കേഷൻ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമുക്ക് പറയുന്നതാണ്. ഇത് നോക്കിയാൽ മതി. ആദ്യത്തെ വരുന്നതാണ് ഈഫ് ദെൻ റൂൾസ് ഫോർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ആ നോട്ട് എടുക്കുകയാണ്, നമ്മൾ പഠിപ്പിച്ചിരുന്ന നോട്ട്. ഫസ്റ്റ് വൺ ഈസ് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അതിനെ പറയുന്നതാണ് 1R എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് ഒരു റിലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. 1R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. സോ ഇഫ് there exists an relationship, then this one. അതായത് if he is a man, then he can climb the wall എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അകത്ത്. if then അതിവിടെ പറഞ്ഞിട്ടുണ്ട്. if the grade is less than or equal to 90, or if the grade is greater than or equal to 90, then ക്ലാസ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള ഗ്രേഡ് കിട്ടും. 90ക്ക് എബോവ് ആണെങ്കിൽ ഗ്രേഡ് അങ്ങനെയാവുള്ളത്. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡേറ്റേനെ. അതാണ് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് 1R ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ 1R ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ഇവിടെ ആട്രിബ്യൂട്ടും കഴിഞ്ഞിട്ടുണ്ട്, അവിടെ റൂൾസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എറേസും ഉണ്ട്. അതായത് ആട്രിബ്യൂട്ട് ജനറൽ ജെൻഡർ ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഇതിനെ ഏതിൻ്റെങ്കിലും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റൂൾസ് ഉണ്ടാക്കണേ. ഇപ്പം ജെൻഡർ ബേസ് ചെയ്ത് റൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എറർ എന്ന് പറയുന്നത് എവിടെയൊക്കെ തെറ്റ് വരുന്നുണ്ടോ അതിനാണ് എറർ. മൊത്തം 9 ഡാറ്റാ സെറ്റ് ആണോ ഉള്ളെങ്കിൽ ആ ഡാറ്റാ സെറ്റിൽ നമുക്ക് എറേസ് വരുവാണെങ്കിൽ, അതായത് ആ കണ്ടീഷൻ തെറ്റായിട്ട് വരുവാണെങ്കിൽ 9/9 അതായിരിക്കും അതിൻ്റെ എറർ. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ട്രെയിനിങ് സെറ്റിൻ്റെ അകത്ത് ഡാറ്റ തെറ്റായിട്ട് വരുന്നതിനാണ് എറർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇത് എൻ്റെ അൽഗോരിതമാണ്. ഈ അൽഗോരിതം നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ബാക്ക് പ്രൊപ്പഗേഷൻ. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പഠിക്കണം. ആ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തു പോയതാണ് എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ളത്.
എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെസ്റ്റ് ബുക്ക് എടുക്കാം. ടെസ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. അത് വേണ്ട. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 327 327 ഇതൊരു ന്യൂറൽ നെറ്റ്വർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അകത്ത്, അത് സാധാരണ നെറ്റ്വർക്ക് പോലെ ആയിരിക്കും, ഗ്രാഫ് നെറ്റ്വർക്ക് പോലെ ആയിരിക്കും. അതിൻ്റെ അകത്ത് പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. അതിൽ ഇൻപുട്ട് ലെയറിൻ്റെ അകത്ത് ഇൻപുട്ട് കൊടുക്കുന്നതാണ് x1 അപ് ടു xn. ആ ഓരോ ഇൻപുട്ട് ലെയറിൻ്റെ അകത്തും ഓരോ എഡ്ജ് കാണും. ഒരു ലെയറിൽ നിന്ന് വേറെ ലെയറിലേക്ക് പോകുന്നു. ആ എഡ്ജിൻ്റെ അകത്ത് കൊടുക്കുന്ന കാര്യത്തിനാണ് വെയിറ്റ് എന്ന് പറയുന്നത്. W റെപ്രസെൻറ്റഡ് ബൈ W. ഈ വെയിറ്റിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഉള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു ഇൻപുട്ട് ഇൻറ്റു ദിസ് കറസ്പോണ്ടിങ് വെയിറ്റ്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്തോ അതിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ട് ആ രീതിയിൽ പിന്നെ ഏത് ഇൻപുട്ട് കൊടുക്കുന്നോ അതനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാവുകയാണെങ്കിൽ അവിടെയാണ് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി ഉണ്ട്. അതായത് നെറ്റ്വർക്കിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. എന്താണ് ന്യൂറോൺസ്, എന്താണ് അവിടെ വെയിറ്റ്, ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോയതാണ്. ബയസ് എന്താണ്? ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് പോലെ തന്നെയാണ്, പക്ഷേ അതൊരു ഡെഡ് വെയിറ്റ് ആണ്. അതായത് നേരത്തെ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു വെയിറ്റ് വേറൊരു ഇൻപുട്ടിൻ്റെ അകത്തും കൊടുക്കാണ്ട് ചുമ്മൊരു വെയിറ്റ് ഒരു ഔട്ട്പുട്ടിലേക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡെഡ് വെയിറ്റ് പോലെ കൊടുക്കുന്നതാണ് ബയസ്. അത് കാലിബ്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പറയുന്നത് കൊടുക്കുന്നത്. ഇങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ ഇതും, അതായത് ബാക്ക് പ്രൊപ്പഗേഷൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് എറർ റെഡ്യൂസ് ചെയ്യാനാണ് ചെയ്യുന്നത്. റെഡ്യൂസ് അപ്പോൾ കുറയ്ക്കും എററിൻ്റെ കേസ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കേസാണ്. എങ്ങനെയാണ് അതിൻ്റെ എറർ വാല്യൂ, വെയിറ്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, ഇനിയുള്ളത് എപ്പോഴാണ് ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ട്രെയിനിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടതിന് 3 കണ്ടീഷൻസാണുള്ളത്. ടെർമിനേറ്റിംഗ് കണ്ടീഷൻസ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റിക്ക്. ടെർമിനേറ്റിംഗ് കണ്ടീഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് 3. അതിൻ്റെ അകത്ത് ഇഫ് ഓൾ ദി ഡെൽറ്റ വെയിറ്റ് ഇൻ ദി പ്രീവിയസ് episode are so small as to be below some specified ത്രഷോൾഡിനേക്കാളും കുറവാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് എക്കോനേക്കാളും സ്മോൾ ആണെങ്കിൽ, ആ ചേഞ്ച് ഇൻ വെയിറ്റ് കുറവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടപ്പിൾസ് മിസ് ക്ലാസിഫൈഡ് ഇൻ ദി പ്രീവിയസ് എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് അതിൻ്റെ ത്രഷോൾഡ് വാല്യൂ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീ സ്പെസിഫൈഡ് നമ്പർ ഓഫ് എക്കോസ് ഹാസ് എക്സ്പയർഡ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഇത്ര പ്രാവശ്യം ട്രെയിൻ ചെയ്തായത് 5 പ്രാവശ്യം. 5 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അത് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്, 3 കേസസ്. അപ്പോൾ അതിന് കണ്ടീഷൻ ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. ഈ ഒരു തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം ഇനിഷ്യൽ വെയിറ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ വെയിറ്റും അതിൻ്റെ ബയസ് വാല്യൂവും തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്ത് ചെയ്യണം? നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ഇൻപുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഇൻപുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത് എന്താ ചെയ്യണേ? എറർ, ഓരോ നോഡിൻ്റെയും എറർ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ അപ്ഡേറ്റ് ചെയ്യണം. എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഡീവിയേഷനാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് വാല്യൂവും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസം കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ എറർ കൂടും. അങ്ങനെ അതിനെ കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. ആ വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇവിടെ കാണിക്കുന്നത്. കാൽക്കുലേഷൻ ഫോർ വെയിറ്റ് ആൻഡ് ബയസിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ആ എറർ വാല്യൂവിനെ ഇവിടെ ചെയ്ത് വേണം ചെയ്യാൻ. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു പോയതാണ്. ക്ലാസ്സിലാണ് ഈ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതെല്ലാം.
ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ അൽഗോരിതമാണ്, ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അൽഗോരിതം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ്. എറർ വെച്ചിട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എറർ വെച്ചിട്ട് ആ വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ കണ്ടോ, വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്തു, എന്നിട്ട് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കാൽക്കുലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത്, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് ഇത് കണ്ടോ വെയിറ്റ്, അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടാക്കണേ. ഇഫ് ഇതാണെങ്കിൽ അത്, ഇഫ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0യും അതിൻ്റെ അടുത്ത ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അടുത്തത് അതിൻ്റെ ഓരോരുത്തരുടെ ഇൻപുട്ട് 0യും മറ്റേതിൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇതാവാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതനുസരിച്ച് നമുക്ക് വെയിറ്റ് ആക്കാം. വെയിറ്റ് നേരത്തെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുവാണെങ്കിൽ ഇന്ന ഇൻപുട്ടും, അതായത് ഇൻപുട്ട് I1ഉം ഇൻപുട്ട് I2ഉം വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് 0O1, അതായത് O1 ഇതാണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ പറ്റും. കാരണം വെയിറ്റ് അനുസരിച്ച് നമ്മൾ എറർ ഡിക്രീസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സപ്പോർട്ട് വെക്ടർ മെഷീൻസ് ആണ്. ഇത് മൊത്തം തിയറിയാണ്, നമുക്ക് ഒന്നുമില്ല. സൂപ്പർ പ്ലെയിന്, ഹൈപ്പർ പ്ലെയിന്, അത് തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് ഇതുണ്ടെങ്കിൽ അതിനെ എന്നാ പറയണേ, വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ വെക്ടേഴ്സിൻ്റെ അകത്ത് ഈ പോയിന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ അകത്ത് എന്തോരം ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് നാരോ ആണോ ഷോർട്ട് ആണോ, ഇവിടെ ഉണ്ടോ സ്മോൾ മാർജിൻ ആണോ ലാർജ് മാർജിൻ ആണോ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ഇതിന് ചിലപ്പോൾ ഇത് ഒരു ക്ലാസ് ആയിരിക്കും, ഇതൊറ്റ ക്ലാസ്സിൽ വരും, ഇത് ക്ലാസ് 2ൽ വരും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓരോ പോയിന്റ്സ് ഓരോ സ്റ്റുഡൻസ് ആണ് നോക്കുക. ഈ പോയിന്റ്സ് എല്ലാം സിമിലർ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അതിന് ഒരു ക്ലാസ് ആക്കാം. അതായത് ഇത് CSE പഠിക്കുന്ന പിള്ളേരാണെന്ന് വിചാരിക്കുക. ഇത് CSE പഠിക്കുന്ന പിള്ളേരും അവർ പഠിക്കേണ്ടത് S2 എന്നുള്ള സെമ്മോ ആണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് S2 ക്ലാസ് CSE S2 എന്ന് പറഞ്ഞാക്കും. ഇനി ഇത് സിവിലിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. സിവിലിൻ്റെ സ്റ്റുഡൻസ് ആണ്. ഇതിൽ ഈ പിള്ളേരെല്ലാം വരേണ്ടത് സെക്കൻഡ് ഇയർ ആണ് പഠിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡിഫറൻസ്, അതായത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാര്യം വലിച്ചു കിട്ടുമല്ലോ. സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ S3 ആണ് കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ ഇതിനെല്ലാം കൂടി ഒറ്റ ക്ലാസ് ഇടും. ക്ലാസിൻ്റെ പേര് S3 സിവിൽ നിടും. അങ്ങനെ ചെയ്യുന്ന കാര്യം അതാണ് സപ്പോർട്ട് വെക്ടർ മെഷീൻസ്. അതിൻ്റെ വാല്യൂസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, പ്ലസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈപ്പർ പ്ലെയിൻസ് തിയറിയാണ്, നിങ്ങളത് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് ലീനിയർ സെപ്പറേറ്റബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ ഈസ് ദിസ് ഡാറ്റ ഈസ് ലീനിയർലി സെപ്പറേറ്റബിൾ ഓർ നോട്ട്. അങ്ങനെ ചില ഡാറ്റേനെ ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടോ? ആ ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റേനെയാണ് നമ്മൾ അതായത് പോളിഗണൽ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ലീനിയർ സെപ്പറേറ്റബിലിറ്റീനെ, അതായത് പറഞ്ഞത് ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യത്തിനെയാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. ആ നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. പോളിനോമിയൽ ഫോമിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. നോൺ ലീനിയർ ആയിട്ട് വരുന്ന കാര്യത്തിനെ പോളിനോമിയലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പോളിനോമിയൽ. അപ്പോൾ അതിനെ ഇതിനാണ് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് ലേസി ലേണേഴ്സ്. ലേസി ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, ലേസി ലേണേഴ്സ്. ലേസി ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില പോയിന്റ്സ് ലേസി ആയിരിക്കും. അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? അടുത്തുള്ള ആളേനെ പഠിക്കുകയുള്ളൂ. അവർ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. ലേസി ലേണേഴ്സിന് പ്രത്യേകത അവർ അടുത്തുള്ളവരെന്താണോ അതിനെ ബേസ് ചെയ്ത് വരും. ഇവിടെ ലേസി ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ലേൺ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നെയ്ബറിങ്ങിനെ വെച്ചായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെയ്ബറിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അതായത് ഈഗർ ലേണേഴ്സും ഉണ്ട്, ലേസി ലേണേഴ്സും ഉണ്ട്. രണ്ട് ലേണേഴ്സാണ് ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈഗർ ലേണേഴ്സും ഉണ്ട്, ലേസി ലേണേഴ്സും ഉണ്ട്. ഈഗർ ലേണേഴ്സ് പറഞ്ഞാൽ എന്താ? എനിക്ക് ഈഗറാണ്, പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് ഈഗർ ലേണേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് എല്ലാം ഡിക്കപ്പ് ചെയ്യും, അവർ സ്വന്തമായിട്ട് എല്ലാം വർക്കൗട്ട് ചെയ്യും. പക്ഷേ ലേസി ലേണേഴ്സ് എന്ത് ചെയ്യും? മടിയന്മാരെന്നെ ചെയ്യും. അത് എക്സാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണോ കാണിച്ചു വിട്ടേക്കണേ അത് വെച്ചങ്ങ് പഠിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടുത്തെ കേസ്. ഇവിടെ ലേസി ലേണേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ എ ട്രെയിനിങ് ട്രപ്പിൾ എ ലേസി ലേണർ. അതെന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്യും. അതിൻ്റെ വെയിറ്റ്സ് അണ്ടിൽ ഇറ്റ് ഗിവൻസ് എ ടെസ്റ്റ് സ്റ്റെപ്പിൾ. ട്രെയിനിങ് ടെപ്പിൾ കൊടുത്തിരിക്കുന്ന അതങ്ങ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് ടെപ്പിൾ കിട്ടുന്നവരെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ടെസ്റ്റ് ടെപ്പിൾ കിട്ടിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ജനറലൈസേഷൻ ടപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സിമിലാരിറ്റി ബേസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈഗർ ലേണേഴ്സ് എന്ത് ചെയ്യും? ഈഗർ ലേണേഴ്സ് മെത്തേഡ്സ് അൺലൈക്ക് ലേസി ലേണേഴ്സ് എന്ത് ചെയ്യും?
do less work when a training tuple is present and more work when making a classification. അതായത് എന്ത് ചെയ്യും, ട്രെയിനിങ് ടപ്പിൾ കിട്ടിക്കഴിയുമ്പോൾ ഒരു വർക്കും ചെയ്യില്ല ലേസി ലേണേഴ്സ്. ഈഗർ ലേണേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ട്രെയിനിങ് ടപ്പിളിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും അതിനെ കറക്ഷൻ വരുത്തിക്കൊണ്ടിരിക്കും. അതാണ് ലേസി ലേണേഴ്സ് ചെയ്യുന്നത്. മറ്റേ അതിൻ്റെ കൂടെ തന്നെ ലേസി ലേണേഴ്സ് ചെയ്യുന്ന കാര്യം, ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യും. പക്ഷേ ഈഗർ ലേണേഴ്സ് എന്ത് ചെയ്യും, ആദ്യമേ തന്നെ ടെസ്റ്റ്, അതായത് ട്രെയിനിങ് സെറ്റ് കിട്ടിക്കഴിയുമ്പോൾ ട്രെയിനിങ് സെറ്റ് നന്നായിട്ട് ചെയ്യും, അത് ചെയ്ത് കറക്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ടബിൾ വന്നു കഴിയുമ്പോൾ അധികം ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യം വരില്ല, ടെസ്റ്റ് ടബിൾ വരുമ്പോൾ തന്നെ പക്കയായിട്ടൊന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലേസി ലേണേഴ്സിനെ പറയുന്ന വേറൊരു പേര് കൂടി ഉണ്ട്, ലേസി ലേണേഴ്സ്. അതിന് പറയുന്നതാണ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണേഴ്സ് എന്ന്. അതായത് ലേസി ലേണേഴ്സ് എന്താ ചെയ്യുന്നത്, ആദ്യമേ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ അവരൊന്നും ചെയ്യില്ല, എന്നിട്ട് ലാസ്റ്റ് ടെസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മടിയന്മാർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ പഠിക്കാൻ പറയുമ്പോൾ ഒന്നും പഠിക്കില്ല, ചുമ്മാ സ്കിപ്പ് ചെയ്യും. ലാസ്റ്റ് എക്സാം വരുമ്പോൾ എന്ത് ചെയ്യും, അവർ ചാടി കയറി പഠിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു. അത് തന്നെയാണ് ഇവിടുത്തെ ആ ഇൻസ്റ്റൻസിലെ അവർ പഠിക്കുള്ളൂ. അതാണ് ഇവിടെ ഇതുപോലെ തന്നെ ലേസി ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്കുള്ളത് നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ ആണ്. അതായത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, നിയറസ്റ്റ് നെയ്ബറിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസിൽ കിടക്കുന്നവരാണെങ്കിൽ അവരെല്ലാവരും സിമിലർ ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യും. അതിനാണ് നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ എന്ന് പറയുന്നത്. അത് ട്രെയിനിങ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് 2 പോയിന്റ് x1, x2 is equal to square root of sigma of x1 into I minus x2 into I അതിൻ്റെ ഹോൾ സ്ക്വയർ. അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 പോയിന്റ്സ് തമ്മിലുള്ളത്. അങ്ങനെ പല പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ബാക്കി എല്ലാ പോയിന്റ്സും എന്തോരം ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഈ പരിപാടി. മനസ്സിലായോ? അങ്ങനെ ഓരോന്നിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ ഇത് വരുമ്പോൾ, അതായത് പുതിയ വാല്യൂ ഇസിക്കൽ ടു വി മൈനസ് മിനിമം ഓഫ് എ മൈനസ് ഇത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം മാക്സിമം വാല്യൂ ഓഫ് ഒരു ആട്രിബ്യൂട്ടിൻ്റെ മിനിമം മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണിത്. ഡേറ്റനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത്. അതിപ്പോൾ ഇനി ഡേറ്റനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ പരിപാടി. മറ്റേത് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഈ സാധനം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ആ വാല്യൂവിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉള്ള വാല്യൂ തന്നിരിക്കുന്ന വാല്യൂവിനെ ട്രാൻസ്ഫോം ചെയ്ത് മറ്റേൻ്റെ ഫോമിലേക്കുള്ള വാല്യൂവിനെ ആക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു ഫോമിൽ വരുമ്പോൾ അങ്ങനെ ആക്കാനാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നത് പ്രിഡിക്ഷനാണ്. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ക്ലാസിഫിക്കേഷനാണ്. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് ലീനിയർ റിഗ്രഷനും നോൺ ലീനിയർ റിഗ്രഷനും. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, അടുത്ത് വരുന്ന വാല്യൂ എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. പ്രിഡിക്ഷൻ്റെ അത് 2 പ്രിഡിക്ഷൻ ഉണ്ട്, ലീനിയർ പ്രിഡിക്ഷൻ ഉണ്ട്, നോൺ ലീനിയർ പ്രിഡിക്ഷൻ ഉണ്ട്. ഇത് ലീനിയർ പ്രിഡിക്ഷൻ്റെ എക്സാമ്പിളാണ്, ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് വെച്ച് അതിൻ്റെ വൈയും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. ആ ലീനിയർ റിലേഷൻഷിപ്പിനെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇനി ഒരു പർട്ടിക്കുലർ എക്സ് വരുവാണെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ വൈ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു പർട്ടിക്കുലർ എക്സ് വന്നു കഴിയുമ്പോൾ വാട്ട് വിൽ ബി ദി വൈ ഓഫ് ദാറ്റ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലീനിയർ റിലേഷൻഷിപ്പ്. അതിൻ്റെ ഒരു ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ആൽഫ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത് വരുന്നതാണ് നോൺ ലീനിയർ റിഗ്രഷൻ. നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോളിനോമിയൽ റിഗ്രഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. പോളിനോമിയൽ റിഗ്രഷൻ മോഡലായിരിക്കും. ആ സാധനത്തിന് എന്ത് ചെയ്യണം, ഒരു ലീനിയർ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ ടു എ ലീനിയർ റിഗ്രഷൻ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണേ നമുക്ക് നോൺ ലീനിയർ റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇക്വേഷനുണ്ട്, ഇതാണ് ഇക്വേഷൻ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കണ കേസാണ്. y ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ 3 ഇൻറ്റു എക്സ് ക്യൂബ്. അതിനാണ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ കേസ്.
ഇനി വരുന്നത് ക്ലാസിഫയറിൻ്റെ ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ക്ലാസിഫയറിൻ്റെ ആക്യുറസി എപ്പോഴാണ് മെഷർ ചെയ്യുന്നത്? ക്ലാസിഫയറിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു ട്രെയിനിങ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ട്രെയിനിങ് സെറ്റ് കൊടുത്ത് നമ്മൾ ട്രെയിനിങ് സെറ്റ് കൊടുത്ത് ആ ട്രെയിനിങ് സെറ്റ് ഒരു കറസ്പോണ്ടിങ് ക്ലാസിഫിക്കേഷൻ ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്ത സാധനം പിന്നെ ടെസ്റ്റ് സെറ്റ് കൂടി വെച്ച് ചെക്ക് ചെയ്യും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എറർ വരും. ഡിഫറൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അനുമാനിക്കാൻ പറ്റും അതിൻ്റെ ആ ക്ലാസിഫയറിൻ്റെ ആക്യുറസി 100% ആണ്. അങ്ങനെ ഒരു ക്ലാസിഫയറിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുക, അതാണ് ക്ലാസിഫയർ ആക്യുറസി എന്ന് പറയുന്നത്. അതിന് ക്ലാസിഫയറിൻ്റെ ആക്യുറസി, എസ്റ്റിമേറ്റിംഗ് ക്ലാസിഫയറിൻ്റെ ആക്യുറസി, അത് നമുക്ക് പല രീതിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ കെ ഫോൾഡ്, ക്രോസ് വാലിഡേഷൻ അങ്ങനെ പറഞ്ഞ് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ വാലിഡേറ്റ് ചെയ്യുക, എത്ര ഫോൾഡിൽ അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതിൻ്റെ അത് ക്രോസ് വാലിഡേഷൻ ചെയ്യാൻ പറ്റും, പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് വാലിഡേഷൻ. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിഫയറിൻ്റെ ആക്യുറസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. ലീനിയർ സെപ്പറേറ്റബിലിറ്റി, ദെൻ ലീനിയേഴ്സ്, കെയർ നിയറസ്റ്റ്, പ്രഡിക്ഷൻ, ലീനിയർ പ്രഡിക്ഷൻ, നോൺ ലീനിയർ പ്രഡിക്ഷൻ, ഇതെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മതി. ഇതാണ് ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ്. അതിൻ്റെ അത് ആക്യുറസി, ക്ലാസിഫയറിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് ടപ്പിൾസ്, നെഗറ്റീവ് ടപ്പിൾസ് ഉണ്ടാകും. പോസിറ്റീവ് ടപ്പിൾസ് എന്ന് രണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ടപ്പിൾസും ഉണ്ട്. ട്രൂ പോസിറ്റീവ് ദാറ്റ് ആർ കറക്റ്റ്ലി ലേബിൾഡ് ബൈ ദ ക്ലാസിഫയർ. കറക്റ്റ്ലി ലേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞാണ് ട്രൂ പോസിറ്റീവ് ക്ലാസിഫയർ എന്ന് പറഞ്ഞത്. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നെഗറ്റീവായിട്ട് കറക്റ്റ്ലി ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ട്രൂ നെഗറ്റീവ്സ്. ട്രൂ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് വരുന്നതിൻ്റെ സെൻസിറ്റിവിറ്റി, പിന്നെ ഉള്ളത് സ്പെസിഫൈസിറ്റി, പ്രിസിഷൻ. ഈ മൂന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ക്ലാസിഫയറിൻ്റെ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ദെൻ പിന്നെ ഉള്ളത് പ്രിസിഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ, ആക്യുറസി ഇസ് ഇക്വൽ ടു സെൻസിറ്റിവിറ്റി പ്ലസ് സ്പെസിഫിസിറ്റി. അങ്ങനെ നമുക്ക് അതിൻ്റെ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തുള്ളത് പ്രിഡിക്റ്റിംഗ് എറർ മെഷേഴ്സ്. പ്രിഡിക്റ്റിംഗ് എറർ മെഷേഴ്സ് എങ്ങനെ ഇനി ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് ക്ലാസിഫയറിൻ്റെ ആക്യുറസി അത് ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്ന് നമുക്കത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന് പല മെത്തേഡ്സ് ഉണ്ട്. 2 ടെക്നിക്സാണ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 2 ടെക്നിക്സ്. അതിന് ഫസ്റ്റ് വൺ പറയുന്നതാണ് ബാഗിങ്. ഓക്കെ, ബാഗിങ് ഒരു ടെക്നിക്കാണ്. അതിൻ്റെ സെക്കൻഡ് ടെക്നിക്സ് വരുന്നതാണ് ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇത് ക്രോസ് വാലിഡേഷൻ കണ്ടോ? ഇൻക്രീസ് ദി ആക്യുറസി. ഫസ്റ്റ് വൺ ഈസ് ബാഗിങ്, സെക്കൻഡ് വൺ ഈസ് ബൂസ്റ്റിങ്. ബാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബാഗിങ് ക്രിയേറ്റ് എ റിസംബ്ലൻസ് ഫോർ എ ലേണിംഗ് സ്കീം വെയർ ഈച്ച് മോഡൽ ഗീവ്സ് ആൻ ഈക്വലി വെയ്റ്റഡ് പ്രഡിക്ഷൻ. ഈക്വലി വെയ്റ്റഡ് പ്രഡിക്ഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ബാഗ് ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥാനത്ത്. ഇനി അടുത്ത് വരുന്നതാണ് ബൂസ്റ്റിങ്. ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാല്യൂസിനെ എന്നാ പറഞ്ഞ ബൂസ്റ്റിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ വാല്യൂസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് boosting weights are assigned to each training tuple. A series of classifiers is relatively learned. After M classifier is learned, the weights are updated to allow the subsequent classifier M to pay more attention to the training tuple that were misclassified. Misclassification വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെയും അതിൻ്റെ ആ ട്രെയിനിങ്ങിന് അറ്റൻഷൻ കൂടുതൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ആക്യുറസി കൂടുതലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് 2 മെത്തേഡ്സ് ഉള്ളത്.
അതായത് ബാഗിങ്ങും ബൂസ്റ്റിങ്ങും ഈ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് പറയാനുള്ളത് അതായത് ഈ ആക്യുറസി, ഈ സാധനം ഇതിൻ്റെ ആക്യുറസി ഇത് തന്നെ മതിയോ? അതായത് ഈസ് ആക്യുറസി ഇനഫ് ടു ജഡ്ജ് എ ക്ലാസിഫയർ? ആക്യുറസി ആണോ അതിൻ്റെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെ അത് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ആക്യുറസി എപ്പോഴും ഒരു ക്ലാസിഫയറിൻ്റെ ആക്യുറസി വെച്ച് ഒരു ക്ലാസിഫയറിന് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ജഡ്ജ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ആക്യുറസി വരാം, ട്രെയിനിങ് ടൈം, അതിൻ്റെ സ്കെയിലബിലിറ്റി, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സാണ്. അതായത് ഇതൊരു ഫാക്ടേഴ്സാണ്. ഈ പറയുന്ന ആക്യുറസി ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ട്രെയിനിങ് ടൈം, അതിൻ്റെ കോംപ്രഹെൻസിബിലിറ്റി, പിന്നെ സ്കെയിലബിലിറ്റി, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇവിടെ അതിന് വരാം, ചേഞ്ചസ് വരാം. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ആക്യുറസി ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമുക്ക് 4th മൊഡ്യൂളിൽ ഉള്ളത്. അതായത് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ IR, ഈഫ് സംതിങ് ദെൻ ഇത് എന്നുള്ളതാണ് IR. ദെൻ ന്യൂറൽ ബേസ്ഡ്, അതായത് ന്യൂറൽ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ്? അത് നെറ്റ്വർക്ക്സ് ആണ്. അതിൻ്റെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ബയസ് ഉണ്ട്. എങ്ങനെ അതിൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. അതിൻ്റെ എങ്ങനെ വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ ഒരു റൂൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ എറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് സപ്പോർട്ട് വെക്ടർ മെഷീൻസ് ആണ്. സപ്പോർട്ട് വെക്ടർ മെഷീൻസിൻ്റെ അകത്ത് ഹൈപ്പർ പ്ലെയിൻസ് ആണ് വരുന്നത്. ഹൈപ്പർ പ്ലെയിൻസിൻ്റെ അകത്ത് നാരോ ഉണ്ട്, ലാർജ് ഹൈപ്പർ പ്ലെയിൻസ് ഉണ്ട്. അതിന് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അടുത്ത ഒരു ലേസി ലേണേഴ്സ് ആണ്. ലേസി ലേണേഴ്സിൻ്റെ അകത്ത് എന്താണ് ലേസി ലേണേഴ്സും എന്താണ് ഈഗർ ലേണേഴ്സും തമ്മിലുള്ള വ്യത്യാസം, ലേസി ലേണേഴ്സ് എന്താണ് ചെയ്യുന്നതും ഈഗർ ലേണേഴ്സ് എന്താണ് ചെയ്യുന്നതും. അടുത്തത് K നിയറസ്റ്റ് നിയർ ക്ലാസിഫയർ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നതാണ് പ്രഡിക്ഷൻ്റെ അകത്ത് നേരത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, അടുത്ത് വരുന്ന പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ലീനിയർ റിലേഷൻഷിപ്പ് വെച്ച് എക്സും വൈയും ഒരു ഡിഫറെൻറ്റ് എക്സ് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഒരു പ്രത്യേക വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ തന്നിരിക്കുന്ന എക്സും വൈയും വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അതൊരു ഫംഗ്ഷൻ രീതിയിലായിരിക്കും വരുന്നത്. അതാണ് ലീനിയർ റിഗ്രഷൻ. നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽ ഫോമിലായിരിക്കും. ആ പോളിനോമിയൽ ഫോമിനെ കൺവേർട്ട് ചെയ്ത് ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും, അതായത് ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം പോലെ. അടുത്ത് വരുന്നതാണ് ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ്. ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ് ഇവാലുവേഷൻ്റെ അകത്ത് എങ്ങനെ ഒരു എറർ മെഷർ ചെയ്യാൻ പറ്റും, എങ്ങനെ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഒരു ക്ലാസിഫയറിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ആക്യുറസി മെഷർ ചെയ്യാൻ എങ്ങനെയാണെന്നും ആക്യുറസിയുടെ നീഡ് എന്താണെന്നും അത് നമ്മൾ ടെസ്റ്റ് ഡേറ്റയും പിന്നെ അതുപോലെ ട്രെയിനിങ് ഡേറ്റയും വെച്ചിട്ട് അതിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വേണം, എങ്ങനെ അതിൻ്റെ ആക്യുറസി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്യുറസി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്ന് ബാഗിങ്ങും ഉണ്ട്, ഒന്ന് ബൂസ്റ്റിങ്ങും ഉണ്ട്. ഇങ്ങനെ ഈ 2 വെച്ചിട്ട് നമുക്ക് ആക്യുറസി ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടി ആക്യുറസി കൂട്ടാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എറർ മെഷേഴ്സിൻ്റെ അകത്ത് എന്തൊക്കെ രീതിയിൽ എറർ മെഷർ ചെയ്യാൻ പറ്റുന്നു കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ ഫാക്ടേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ട്രെയിനിങ് കണ്ടീഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അത് 3 കണ്ടീഷൻ പറഞ്ഞിരുന്നു. ത്രഷോൾഡ് വാല്യൂ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ത്രഷോൾഡ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ ട്രെയിനിങ് അവിടെ വെച്ച് നടത്താം. അല്ലെങ്കിൽ എക്കോ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരുന്ന എപ്ഷോയുടെ വാല്യൂ 5 ആണെങ്കിൽ അത് 6 ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എററിൻ്റെ വാല്യൂ, അതായത് ട്രെയിനിങ് സെറ്റും ടെസ്റ്റ് സെറ്റിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ എററിൻ്റെ വാല്യൂ കുറയും. എററിൻ്റെ വാല്യൂ നമ്മളൊരു വാല്യൂവിനേക്കാളും കുറവായിട്ട് വരും. നേരത്തെക്കാലം എറർ കുറഞ്ഞിട്ടുണ്ട്. എററിൻ്റെ ഇത് നെഗ്ലക്ട് ചെയ്യുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ട്രെയിൻ നടത്താം. ഇത്രയാണ് ഡാറ്റ മൈനിങ് ആൻഡ് വെയർഹൗസിൻ്റെ അകത്ത് 4ാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷൻ, അതായത് ജൂൺ 1-ാം തീയതി നടത്തിയിരിക്കുന്ന റിവിഷൻ. ഇനി നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. അപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ ഇന്നിരുന്ന് ഇത് മൊത്തം ഇരുന്ന് പഠിക്കുക. നമുക്ക് എക്സാമുകളാണ് വെള്ളിയാഴ്ച. അപ്പോൾ അത് 4ഉം 5ഉം 6ഉം 3 മൊഡ്യൂളുകളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇത് ഇൻറ്റേർണലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മാർക്ക്. ഓക്കെ, താങ്ക് യു.